നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏകദേശം ഒരു കൊല്ലത്തിന് മുന്നേ തിയേറ്ററിൽ ഇറങ്ങി തിയേറ്ററിൽ വലിയ വിജയമൊന്നുമായി മാറിയില്ല, OTT റിലീസ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയാണ്. അങ്ങനെ ഒരു സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് മഹാറാണി. ജി മാർത്താണ്ഡനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മാർത്താണ്ഡൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് അച്ഛാദിനൊക്കെ സംവിധാനം ചെയ്ത ജി മാർത്താണ്ഡൻ്റെ മൂന്നാമത്തെ സിനിമ. രതീഷ് ഷെബിയാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇഷ്കും പിന്നെ ആലപ്പുഴ ജിങ്ങാനയുടെ ഡയലോഗ് തിരക്കഥയൊക്കെ സംഭാഷണമൊക്കെ എഴുതിയ രതീഷ് ഷെബിയാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് റോഷൻ മാത്യു, പിന്നെ ഷൈൻ ടോം ചാക്കോ, ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കി, നിഷ സാരംഗ്, ജോണി ആൻ്റണി, ശ്രുതി ജയൻ എന്ന് വേണ്ട നമ്മൾ അറിയുന്ന ഒരു പറ്റും താരങ്ങൾ അതിനകത്തുണ്ട്. ഇനി സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്ട്രേറ്റ് സിനിമയുടെ പോസിറ്റീവ്സ് പറയാം. ഈ സിനിമയിൽ ഞാൻ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുന്നേ പോസിറ്റീവ്സ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ പറയുമായിരിക്കും നല്ല. കാരണം മൊത്തത്തിൽ എനിക്ക് വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആവറേജ് പോലും ഉണ്ടോയെന്ന് ചില സമയത്ത് എനിക്ക് അങ്ങനെ പറയാമോയെന്ന് പോലും സംശയമുണ്ട്. കാരണം ഒന്നുമില്ല സ്ക്രിപ്റ്റിൽ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത, അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു സംഭവം, ഒരു ഭയങ്കരമായിട്ട് എന്താ എടുത്തതിൽ അതുമില്ല. ആ സ്ക്രിപ്റ്റ് വലിയ സംഭവമൊന്നും ആവണമെന്നില്ലല്ലോ. ചിലപ്പോൾ അത് എടുത്ത് സൂപ്പറായിട്ട് വന്നേക്കാം. പക്ഷെ അങ്ങനെ ഒന്നും ഒരു പ്രതീക്ഷയ്ക്കും വക നൽകാത്ത രീതിയിൽ മുന്നോട്ട് പോയ ഒരു സിനിമ. ആകെപ്പാടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഹരിശ്രീ അശോകൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. നല്ല രസമായിരുന്നു. ഒറ്റ സീന് നല്ല രസമായിട്ട് ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഒരു 2-3 മിനിറ്റത്തേക്ക് പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. കിടിലെന്ന് പറഞ്ഞാൽ കിടിലമായിരുന്നു. ആ ഒരു ലുക്കിൽ തന്നെ വേറെ സിനിമകളിലും ഇങ്ങനെ ഉണ്ട്, പക്ഷെ പുള്ളി ഒറ്റയ്ക്ക് നിന്നൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. കിടിലമായിരുന്നു. സ്മിനു സിജോ, ഞാൻ ഇതിനു മുന്നേ ഇവരുടെ നമ്മുടെ ഹരിശ്രീ അശോകൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച് അവരെക്കുറിച്ച് ഭയങ്കര നെഗറ്റീവായിട്ട് ഞാൻ അഭിനയം അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഹരിശ്രീ അശോകൻ അവർ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എടുത്തു പറയത്തക്ക പെർഫോമൻസ് ജാഫർ ഇടുക്കി കോമഡി റോളിൽ നല്ല രസമായിരുന്നു. ജാഫർ ഇടുക്കി നല്ല രസമായിട്ട് ചെയ്തു. ആ കുറച്ച് നേരത്തേക്ക് ഉണ്ടെങ്കിലും അത് എല്ലാ രസമായിട്ട് ചെയ്തു. പിന്നെ റോഷൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പക്ഷെ ഉണ്ടായിരുന്ന ഭാഗം റോഷൻ മനോഹരമായിട്ട് ചെയ്തു, നല്ല രസമായിട്ട് ചെയ്തു. അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല, നോർമൽ ഒരു കഥാപാത്രം. ഷൈൻ്റെ പെർഫോമൻസ് ഓഫ് കോഴ്സ് പല സ്ഥലത്ത് നമ്മൾ ചിരിപ്പിച്ചു, നല്ല രസമായിരുന്നു. ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല, എങ്കിലും ഷൈൻ്റെ കുറേ എക്സ്പ്രഷൻസ്, ഷൈൻ അഭിനയിച്ച രീതി കൊണ്ട് ഷൈൻ കുറേ രസമായിട്ട് ആക്ട് ചെയ്തു. ശ്രുതി ജയൻ അങ്ങനെ ഭയങ്കര പെർഫോം ചെയ്യാനൊന്നുമില്ല. ജോണി അന്നെ 1-2 സ്ഥലത്തൊക്കെ രസമായിരുന്നു. നോർമൽ പുള്ളിക്കുള്ളൊരു നോർമൽ അച്ഛൻ കഥാപാത്രം. നിഷ സാരംഗ് ഒരു സീനിൽ നല്ല രസമായിട്ട് അഭിനയിച്ച പോലെ എനിക്ക് തോന്നി. ഓവറോൾ രഘുനാഥ് പാലേരി ഉണ്ട്, നമ്മുടെ തിരക്കഥാകൃത്ത് രഘുനാഥ് പാലേരി ഇതിനകത്തൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ആ കഥാപാത്രമൊക്കെ ശരിക്കും എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ചിലപ്പോൾ ഈ സിനിമ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് എന്നെ സംബന്ധിച്ച് വളരെ ആവറേജ് ആയ ഒരു അനുഭവം മാത്രമായിരുന്നു മഹാറാണി. കുറച്ച് തമാശകളൊക്കെ ഉണ്ട്, കുറച്ച് തമാശകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അത് രസമായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറയാം. പക്ഷേ എന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ, ഒരു സിനിമ ടോട്ടാലിറ്റി നോക്കുമ്പോൾ കുറച്ച് നിരാശ തന്ന ഒരു സിനിമയാണ്. കുറച്ച് പ്രതീക്ഷയോടെ കണ്ട ഒരു സിനിമയാണ്. നല്ല ഇതിൻ്റെ കുറേ ക്ലിപ്പിങ്സ് ഒക്കെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ആടിൻ്റെ കോമഡി സീനൊക്കെ റോഷൻ പറയുന്നത് അത് നല്ല രസമായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചു ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ ഭാഗ്യക്കേടും കൊണ്ട് തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമയായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കണ്ടു നോക്കിയപ്പോഴും കുറച്ച് തമാശകൾ അവിടെ എവിടെയൊക്കെ ചിരിക്കാനുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അങ്ങനെ വലിയ ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എഴുത്തിലെ പാളിച്ച തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. എഴുത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനൊന്നുമില്ല, പറയാൻ പാകത്തിന് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാകത്തിനുള്ളൊരു വലിയ സ്ക്രിപ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതാണ് മഹാറാണി എന്ന സിനിമയുടെ വിശേഷം. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ മസ്റ്റ് വാച്ച് എന്ന് പറയാൻ തൽക്കാലം പറ്റില്ല. ഓക്കെ, അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.